2009 നവംബർ 9-ന് ചെങ്ങന്നൂരിനടുത്തുള്ള ചെറിയനാട് എന്ന ഗ്രാമത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടാണ് ഗ്രാമവാസികൾ ഉണർന്നത്. ഗ്രാമത്തിലെ വലിയ ആഡംബര ബംഗ്ലാവായ കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു ആ വാർത്ത. ഗ്രാമവാസികൾ മുഴുവൻ അവിടെ തടിച്ചുകൂടി. പോലീസ് സേനയും പോലീസ് നായ്ക്കളും മറ്റും അവിടെ എത്തി. അന്വേഷണം വേഗത്തിൽ ആരംഭിച്ചു. ഭാസ്കര കാർണവർ ആ നാട്ടിലെ ഏറ്റവും ധനികനായ ആളായിരുന്നു. അദ്ദേഹം വളരെ കാലമായി അമേരിക്കയിലായിരുന്നു. മാനസിക സ്ഥിരതയില്ലാത്തൊരു മകനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ മകനോടൊപ്പം വീട്ടിൽ ഷെറിൻ എന്ന യുവതിയും ഉണ്ടായിരുന്നു. ഷെറിൻ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള ആളായിരുന്നു. അവരുടെ എല്ലാ കടങ്ങളും വീട്ടിയ ശേഷം ഷെറിനെ കാർണവരുടെ മകനുമായി വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. ഭാസ്കര കാർണവർ തന്നെയാണ് തന്റെ മകനുമായി ഷെറിനെ വിവാഹം കഴിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തതും. പിന്നീട് അദ്ദേഹം ഷെറിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഭാസ്കര കാർണവർ ഉൾപ്പെട്ട ഒരു മോഷണ കേസിൽ ഷെറിൻ പിടിക്കപ്പെട്ടു. തുടർന്ന് ഭാസ്കര കാർണവർ അവരെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. അവിടെ വെച്ച് തന്നെ ഷെറിന്റെ സ്വഭാവത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഭാസ്കര കാർണവറിന് വലിയ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഷെറിൻ ഒരു മോശം വ്യക്തിയാണെന്നുള്ളതിന്റെ വ്യക്തമായ നിരവധി തെളിവുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഇതിനുശേഷം 2002 വിവാഹത്തിന്റെ ആദ്യ 2-3 വർഷങ്ങളിൽ ഷെറിനിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. ആദ്യത്തെ 2-3 വർഷം അദ്ദേഹം ഷെറിനെ വിശ്വസിച്ചു. തന്റെ മകനെ ഷെറിൻ പരിപാലിക്കുമെന്ന് ഭാസ്കര കാർണവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഷെറിന്റെ പരസ്പരവിരുദ്ധമായ പെരുമാറ്റവും നിലപാടുകളും കാരണം ഷെറിനും മകനുമിടയിൽ എഴുതിവച്ചിരുന്ന പല സ്വത്തുകളും ഭാസ്കര കാർണവർ തിരിച്ചെഴുതുകയും പുതിയൊരു വിൽപ്പത്രം തയ്യാറാക്കുകയും ചെയ്തു. ഇത് ഷെറിനിൽ വലിയ മാനസിക പിരിമുറുക്കത്തിന് കാരണമായി. ഷെറിന് ഭാസ്കര കാർണവരോട് ശത്രുത ഉണ്ടാകാനുള്ള പശ്ചാത്തലം സൃഷ്ടിച്ചു. മറ്റൊരു പ്രശ്നം ഷെറിന്റെ വഴിതെറ്റിയ ബന്ധങ്ങളാണ്. കേസ് അന്വേഷിക്കുന്ന പോലീസ് വൃത്തങ്ങൾ പറയുന്നത് ഷെറിന് ഒരേ സമയം നിരവധി കാമുകന്മാർ ഉണ്ടായിരുന്നുവെന്നാണ്. അങ്ങനെ ഷെറിൻ ഉൾപ്പെട്ട ഭാസ്കര കാർണവരുടെ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള അന്വേഷണവും ലൈംഗികതയും കുറ്റകൃത്യവും നിറഞ്ഞ ഒരു വലിയ കഥയാണ്. പിന്നീട് അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഷെറിൻ എന്ന യുവതിക്ക് നിരവധി കാമുകന്മാർ ഉണ്ടായിരുന്നുവെന്നും അവരുടെ സഹായത്തോടെ ഭാസ്കര കാർണവരെ കൊലപ്പെടുത്തിയെന്നുമാണ് കേസ്. പോലീസ് അന്വേഷണവുമായി പ്രാരംഭഘട്ടത്തിൽ ഷെറിൻ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. കവർച്ചാശ്രമത്തിനിടെ നടന്ന ഒരു കൊലപാതകമാണിതെന്ന്, ഈ കൊലപാതകത്തെ വഴിതിരിച്ചുവിടാനുള്ള എല്ലാ ശ്രമങ്ങളും ഷെറിൻ നടത്തിയെന്നതും വളരെ പ്രധാനമാണ്. കവർച്ച നടന്നപ്പോൾ ഷെറിൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്നതും ഒരു പ്രധാന സാഹചര്യമാണ്. വീടിന്റെ മുകൾ നിലയിലെ ജനാലയിലൂടെ കള്ളൻ അകത്ത് കടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഷെറിൻ പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഭാസ്കര കാർണവരുടെ വില്ല വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു വീടാണ്. അതിനാൽ അകത്തുള്ള ഒരാളുടെ സഹായമില്ലാതെ അക്രമി അകത്ത് കയറി കാർണവരെ കൊല്ലുന്നത് അസാധ്യമാണ്. അങ്ങനെയാണ് ഷെറിനിലേക്ക് അന്വേഷണം തിരിഞ്ഞത്. 2009 വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവ അത്ര പ്രചാരത്തിലായിരുന്നില്ല. അക്കാലത്ത് ഓർക്കുട്ട് സോഷ്യൽ മീഡിയയുടെ തരംഗമായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനുള്ള ഏകമാർഗം ഓർക്കുട്ടായിരുന്നു. ഷെറിൻ ഓർക്കുട്ടിൽ നിന്നാണ് തന്റെ കാമുകന്മാരെ കണ്ടെത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഷെറിന്റെ നിരവധി പുരുഷ സുഹൃത്തുക്കളെ ഷെറിൻ വീട്ടിലേക്ക് ക്ഷണിച്ചതായും ഭാസ്കര കാർണവർക്ക് വിവരം ലഭിച്ചു. ഷെറിനും ഭാസ്കര കാർണവരും തമ്മിലുള്ള നിരന്തരമായ വഴക്കുകളുടെ പശ്ചാത്തലം ഇതായിരുന്നു. നാട്ടുകാരിൽ പലർക്കും അവസാനം വരെ ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. അമേരിക്കയിലേക്ക് കൊണ്ടുപോയ ഷെറിനെ അവിടെ മോഷണം ഉൾപ്പെടെയുള്ള ചില പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും തുടർന്ന് ഭാസ്കര കാർണവർ ഇവരെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയച്ചതായും നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിനുശേഷം ഭാസ്കര കാർണവരുടെ ഭാര്യ മരിച്ചതിനുശേഷം അയാളുടെ സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹം മടങ്ങി. വളരെ ശാന്തമായൊരു ജീവിതമാണ് ഭാസ്കര കാർണവർ അന്ന് ആഗ്രഹിച്ചത്. എന്നാൽ അവിടെയാണ് കാർണവരുടെ ജീവിതത്തിൽ ഷെറിൻ ഒരു വില്ലത്തിയായി മാറിയത്. നിരവധി പുരുഷന്മാർ ഷെറിനൊപ്പം വന്നു പോകുന്നുണ്ടെന്നത് നാട്ടിൽ പരസ്യമായ രഹസ്യമായിരുന്നു. അവരിൽ ഒരാൾ ഷെറിന്റെ കാമുകൻ ബാസിത്ത് അലിയായിരുന്നു. ഷാനു റഷീദ്, നിതിൻ എന്നീ 2 പുരുഷ സുഹൃത്തുക്കളും ഷെറിനുണ്ടായിരുന്നു. ഇവരെല്ലാം ഷെറിന്റെ സ്ഥിരം സന്ദർശകരായിരുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഭാസ്കര കാർണവരെ കൊല്ലാനുള്ള പദ്ധതി ഷെറിന്റെ കാമുകന്മാരിൽ ഒരാളായ ബാസിത്ത് അലിയുമായിട്ടാണ് തയ്യാറാക്കിയതെന്നും പോലീസ് പിന്നീട് തെളിയിച്ചു. ഷെറിൻ തന്നെ കേസിൽ കുടുക്കിയെന്നും അതിൽ തനിക്ക് കാര്യമായ പങ്കില്ലെന്നും പോലീസിന് ബാസിത്ത് അലി മൊഴി നൽകിയെങ്കിലും ഷാനു റഷീദ്, നിതിൻ, ഷെറിൻ എന്നിവർക്കൊപ്പം ബാസിത്ത് അലിയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. ഷെറിന്റെ നിർദ്ദേശപ്രകാരം ബാസിത്ത് അലിയാണ് കാർണവരെ കൊലപ്പെടുത്തിയത്. ഷാനു റഷീദും നിതിനും എത്തി നായ്ക്കൾ കുരയ്ക്കുന്നത് തടയാൻ നായ്ക്കൾക്ക് മയക്കുമരുന്ന് നൽകി അവയെ മയക്കിക്കടത്തി. ഷെറിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് ബാസിത്ത് അലിയിൽ എത്തിയത്. തുടർന്ന് കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ ബാസിത്ത് അലിയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം 89 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുകയും പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. 14 വർഷത്തെ തടവിന് ശേഷം ഷെറിൻ ഇപ്പോൾ പുറത്തിറങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം.
വനിതാ തടവുകാരി എന്ന പരിഗണനയും ജയിലിൽ നല്ല പെരുമാറ്റത്തിനും ഷെറിന് പരിഗണന ലഭിച്ചു. ഈ രണ്ട് കാര്യങ്ങളും മുൻനിർത്തിയാണ് ഷെറിനെ മോചിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ 442 തവണ ഷെറിന് പരോൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഷെറിന് ജയിലിൽ പരിഗണനയും ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ഷെറിന് ജയിലിൽ VIP പരിഗണനയും ലഭിച്ചതായാണ് വിവരം. പുറം ലോകത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ആസ്വദിച്ചാണ് ഷെറിൻ ജയിലിൽ കഴിഞ്ഞത്. അതിനുശേഷമാണ് ഷെറിനിപ്പോൾ ജയിലിൽ നിന്നും പുറത്തു കടക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടെന്നത് നിസ്സംശയം പറയാനാകാം. എന്തായാലും ഷെറിനെ മോചിപ്പിക്കാനുള്ള നടപടികളിൽ ഒരു ഉന്നത വ്യക്തിക്ക് പങ്കുണ്ടെന്നതിൽ ഒരു സംശയവുമില്ല. ആ ഉന്നതൻ ആരായിരിക്കുമെന്നാണ് അവശേഷിക്കുന്ന ചോദ്യം. എല്ലാ വിവാദങ്ങളും കത്തിപ്പടരുമ്പോൾ ഷെറിനൊപ്പമുണ്ടായിരുന്ന സഹതടവുകാർ ജയിലിൽ അവർ അനുഭവിച്ച ആഡംബര ജീവിതത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും ഗവർണർ എന്ത് തീരുമാനമെടുത്തു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഷെറിനെ മോചിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്.